സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടുന്ന 3 പേർ ചേർന്ന് വയോധികനെ മർദ്ദിച്ചതായി പരാതി. വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോലയിൽ ചങ്ങാലിക്കുന്നേൽ 60-കാരൻ CK ബാബുവിനാണ് മർദ്ദനമേറ്റത്. ഇരുമ്പുവടി കൊണ്ട് കാല് അടിച്ച് തകർത്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോലയിൽ ചങ്ങാലിക്കുന്നേൽ CK ബാബു വീടിനുള്ളിൽ കിടന്നുറങ്ങിയ സമയത്ത് മുൻ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം NT ബിന്ദുവും കുടുംബവും വീട്ടിലേക്ക് ഓടിയെത്തുകയും കയ്യിലുണ്ടായിരുന്ന മാരകമായ ആയുധങ്ങൾ കൊണ്ട് ബാബുവിനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ബാബുവിന്റെ ഇടത് കാലിന് പൊട്ടൽ ഉണ്ടാകുകയും ദേഹമാസകലം മുറിവും ചതവും ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഇവർ വീടിനുള്ളിൽ നിന്നും വഴിയിലേക്ക് വലിച്ച് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് ഇട്ടതിനു ശേഷം അക്രമികൾ കടന്നു കളയുകയായിരുന്നു. NT ബിന്ദു എന്ന പേരുള്ള എൻ്റെ അനിയൻ്റെ ഭാര്യ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും കൂടിയാണ് ഇവര്. ഈ സ്ത്രീ എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും മകനും കൂടെ ഒരാൾ വന്ന് ഞാൻ പുതച്ചുകൊണ്ടിരുന്ന പുതപ്പ് എൻ്റെ ഭാഗം മൂടിക്കെട്ടി. ഒരാൾ കാലിൽ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു. അഭിരാമെന്ന് പറയുന്ന ആ ചെറുക്കൻ ആലവാങ്കനെ അടിച്ചതാണ്. എന്നിട്ട് റോഡ് വരെ എന്നെ വലിച്ചുകൊണ്ട് പോയി കട്ടിലിൽ നിന്നും. ഈ സമയം ഇവിടെ എത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ചോര വാർന്നു കിടക്കുന്ന ബാബുവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് വണ്ടി ഓടിക്കുന്ന ആളാണ്. ഞാനൊരു ഓട്ടം പോകാൻ വേണ്ടി കയറി വന്നപ്പോഴാണ് രക്തം വാർന്ന് വാതൊക്കെ കിടക്കുന്നത് കണ്ടത്. അതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആള് തീർന്നു. കുടുംബാംഗങ്ങൾ ആരും വീട്ടിലില്ലാത്ത സമയം നോക്കി ആക്രമണം നടത്തിയതെന്നാണ് ബാബു പറയുന്നത്. തുടർന്ന് ബാബുവിനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം വണ്ടിപ്പെരിയാറിലെ പ്രാഥമിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.